നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് അബിൽ ബ്രോ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോവിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാനുണ്ട്. അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപയുണ്ട്. സോ അപ്പോൾ അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്ത് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. സോഷ്യൽ മീഡിയയിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ടുള്ള യുവ BJP നേതാവാണ് റോബിൻ രാധാകൃഷ്ണൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. റിപ്പോർട്ടർ ചാനലിലായിരുന്നു ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ മറവിൽ വൻ സാമ്പത്തിക തട്ടിപ്പുകളും ഭീഷണികളും നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ വേദലക്ഷ്മി നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. അതായത് തന്റെ നിലപാടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആരാധകരെ നേടിയെടുത്ത ഒരു ഡോക്ടർ മച്ചാൻ എന്ന് പറയുന്ന ഡോക്ടർ റോബിൻ, അല്ലെങ്കിൽ BJPയുടെ യുവ നേതാവ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു, തോൽക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിൽ ജനസേവനമല്ല, മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭവും അവിഹിത സ്വാധീനവുമാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട നിരവധി ആളുകളുടെ പ്രതിനിധിയായാണ് താൻ രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് വേദലക്ഷ്മി വ്യക്തമാക്കുന്നത്. ഈ ആരോപണങ്ങൾ കേവലം വാക്കുകളുള്ളതല്ല എന്നും, അതുപോലെ തന്നെ റോബിൻ നടത്തിയ പണമിടപാടുകളെയും ഭീഷണികളെയും കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്നും പരാതിക്കാരി അവകാശപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് റോബിന്റേതെന്ന പേരിൽ ചില നിർണായക ഓഡിയോ ക്ലിപ്പുകളും ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടത് റിപ്പോർട്ടർ ചാനലിൽ ആണ് ഈ റോബിന്റെ കുറച്ച് വീഡിയോകൾ. അതായത് ഈ പണമിടപാടുമായിട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു വീഡിയോയിലൂടെ കണ്ടത്. ഇതോടെ ഒരു സൈബർ ലോകത്ത് റോബിൻ രാധാകൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വൻ സൈബർ യുദ്ധമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സൈബർ യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യം എത്രത്തോളം കുറ്റകരമാണ് എന്നുള്ളത്, അതായത് സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. വേദലക്ഷ്മി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ മാറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. തനിക്ക് ലഭിച്ച വൻ സാമ്പത്തിക പദവികളും ഫണ്ടുകളും മറച്ചു വെക്കാനും അത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് റോബിൻ BJPയിൽ ചേർന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇനി പല വ്യക്തികളിൽ നിന്നും ബിസിനസ് ആവശ്യങ്ങൾക്കും സിനിമ പ്രൊമോഷനുകൾക്കുമായിട്ട് റോബിൻ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയതായിട്ട് പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ പണം വാങ്ങിയ ശേഷം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വർഷങ്ങളായിട്ട് ആളുകളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ കാണുന്ന വ്യക്തിയാണ് അബിൽ എന്ന് പറയുന്ന. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഇതുവരെ പണം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓരോ ദിവസവും ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് ഓരോ മാസം നീട്ടി കൊണ്ടുപോകുന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പണം തിരികെ ചോദിച്ച തങ്ങളെയും മറ്റ് ഇരകളെയും രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടാ സംഘങ്ങളെയും ഉപയോഗിച്ച് റോബിൻ ഭീഷണിപ്പെടുത്തിയതായിട്ടും ഈ വേദലക്ഷ്മി അബിലും ആരോപിക്കുന്നുണ്ട്. എന്തായാലും പോലീസിൽ പരാതി നൽകിയാൽ കരിയർ തകർക്കുമെന്നും സ്വാധീനമുള്ള നേതാക്കളെ ഉപയോഗിച്ച് കേസ് ഒത്തുതീർക്കുമെന്നും റോബിൻ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് ആരോപണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തത് BJP രാഷ്ട്രീയത്തിൽ കയറിയാൽ
എല്ലാം ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരമാണ് റോബിൻ രാധാകൃഷ്ണനുള്ളത്. കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ രാഷ്ട്രീയ ലാഭം, അതായത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് പണം കിട്ടാനും കുറച്ച് പദവി കിട്ടാനുമാണ് എന്നുള്ള രീതിയിൽ പല ആളുകളുടെയും വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഒരാളായിരുന്നു അഖിൽ മാരാർ എന്ന് പറയുന്നത്. അഖിൽ മാരാറിന്റെ ഓഡിയോ ക്ലിപ്പ് വളരെ വ്യക്തമായിട്ട് വന്നിരുന്നു. അതായത് BJP-യോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ BJP-യുടെ ആശയങ്ങളോടുള്ള കാര്യമൊന്നുമല്ല. ഈ BJP ഒക്കെ വെറുത്തവരാണ്, അല്ലെങ്കിൽ BJP ഒന്നും തന്നെ ഇഷ്ടമല്ലാത്തവരാണ് പണത്തിന് വേണ്ടിയിട്ട് അതിനെ അനുകൂലിക്കുന്നത്. അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് ഏത് കുറ്റക്കാരുടെ കൂടെ നിൽക്കാനും ഇവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതിനായിട്ട് റോബിന്റേതെന്ന് സംശയിക്കുന്ന ചില ടെലിഫോൺ സംഭാഷണങ്ങളും ഓഡിയോ റെക്കോർഡിങ്ങുകളും ഒക്കെ വേദലക്ഷ്മി സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തിയിരുന്നു. പണമിടപാടുകളെ കുറിച്ചും അത് ചോദിക്കുന്നവരോടുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും അടങ്ങുന്നതാണ് ഈ ശബ്ദരേഖകൾ എന്ന് പറയുന്നത്. സാധാരണ ബാങ്ക് ഇടപാടുകൾക്ക് പുറമെ കള്ളപ്പണ ഇടപാടുകളും ഹവാല പണം ഇടപാടുകളും ഈ തട്ടിപ്പുകളുടെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നാണ് പരാതിക്കാരിയുടെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം. എന്തായാലും വ്യക്തമായിട്ടുള്ള സ്രോതസ്സില്ലാത്ത വലിയ തുകകൾ റോബിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് വലിയൊരു വമ്പൻ തട്ടിപ്പ് റോബിൻ രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പരാതി കൊണ്ടുപോകണം എന്നാണ് റോബിൻ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ ഈ പറയുന്നത് പോലെ തന്നെ പോക്സോ കേസൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് അബിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിലവിൽ അദ്ദേഹം പൈസ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല BJP രാഷ്ട്രീയം വെച്ചിട്ട് മറ്റുള്ളവരെ വരുതിയിൽ വരുത്താം അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് റോബിൻ പോയിരിക്കുന്നു എന്നതാണ്. എന്തായാലും തനിക്കെതിരെ ഉയർന്നു വന്ന ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഡോക്ടർ റോബിൻ പറയുമ്പോഴും ഈ റിപ്പോർട്ടർ ചാനലിൽ വന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം പണം വാങ്ങിയിട്ടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം. കാരണം പണം വാങ്ങിയിട്ടില്ല എന്നിനി റോബിന് പറയാൻ കഴിയാത്തതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല ആ പണം കൊടുത്തിട്ടുമില്ല എന്നുള്ളതിന്റെ മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം ജൂൺ അതുപോലെ തന്നെ മെയ്യിൽ ഇങ്ങനെ ഓരോ മാസങ്ങളുടെ പേര് പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ തരാം എന്ന് പറയുന്നതല്ലാതെ അത് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു കാരണം തന്നെയും അല്ലെങ്കിൽ കാര്യമോ ഒന്നും തന്നെ ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നില്ല എന്നതാണ്. അതായത് രാഷ്ട്രീയത്തിലേക്ക് ഒരു കാര്യം പോലും അറിയാതെ പെട്ടെന്ന് വരികയാണ്. അത് മാത്രമല്ല രാഷ്ട്രീയം എന്തെന്ന് പോലോ അല്ലെങ്കിൽ BJP-യുടെ കാര്യങ്ങളോ ആശയപരമായിട്ടുള്ള ഒരു കാര്യവും തനിക്ക് അറിയത്തില്ല എന്ന് ഇതിനു മുമ്പുള്ള വീഡിയോ ക്ലിപ്പുകളിൽ നിന്ന് ഓഡിയോ ക്ലിപ്പുകളിൽ നിന്നൊക്കെ കണ്ടെത്തിയിരുന്നു. അത് AI ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് എന്തായാലും പോലീസ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ അറിയൂ. പക്ഷെ എങ്കിൽ പോലും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് ഇതിനു മുമ്പും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സുതാര്യമാണെന്നും ആദായ നികുതി വകുപ്പിനും മറ്റ് സർക്കാർ ഏജൻസികൾക്കും ഇത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്നും റോബിൻ വ്യക്തമാകുന്നുണ്ട്. യാതൊരുവിധ ഹവാല ഇടപാടുകളിലോ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകളിലോ തനിക്ക് പങ്കില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും തന്റെ രാഷ്ട്രീയ വളർച്ചയിലും തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിലും അസൂയ പൂണ്ട ചില നിഷ്പക്ഷ താല്പര്യക്കാരാണ് വേദലക്ഷ്മിയെ മുന്നിൽ നിർത്തി ഇത്തരം ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം പയറ്റുന്നത് എന്നാണ് റോബിൻ ആരോപിക്കുന്നത്. എങ്കിൽ പോലും റോബിൻ പണം വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് പണം വാങ്ങി പക്ഷെ അതിനെ കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പണം വാങ്ങി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് താൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൊടുത്തു തീർത്തോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഭാര്യ ആരതി പൊടിയെയും കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചിഴച്ചത് മാനസികമായിട്ട് തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് റോബിൻ പറയുന്നത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച വേദലക്ഷ്മിക്കെതിരെ റോബിൻ നിയമപരമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. കൊച്ചിയിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ റോബിൻ ഇവർക്കെതിരെ ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു വശത്ത് കോടികളുടെ തട്ടിപ്പ് ആരോപണവുമായിട്ട് ഇൻഫ്ലുവൻസറും മറുവശത്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലീസിനെ സമീപിച്ച റോബിനും എത്തുമ്പോൾ ഒരു കേസിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വിപുലമായിട്ടുള്ള പോലീസ് അന്വേഷണം തന്നെ വേണ്ടിവരുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോബിൻ പറഞ്ഞതുപോലെ തന്നെ റോബിന്റെ ഫണ്ട് അല്ലെങ്കിൽ റോബിന് കിട്ടിയിട്ടുള്ള ഫണ്ടിന്റെ കണക്കുകളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ തട്ടിപ്പ് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല രീതിയിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പരാതിക്കാരി ആരോപിക്കപ്പെടുമ്പോൾ ആ ഒരു കാര്യം എത്രത്തോളം സത്യമാണ് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. മാത്രമല്ല
BJP രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പിലാക്കാം എന്നൊക്കെ വേദലക്ഷ്മിയൊക്കെ പറയുമ്പോൾ അതിൽ എത്രത്തോളം വസ്തുത ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പക്ഷേ റോബിൻ പറയുകയാണെങ്കിൽ അത് സ്ഥിരം ഒരാളുകളുടെ ഒരു കാര്യമായിട്ട് മാറും. കാരണം ഇതിനു മുമ്പ് അഖിൽമാരാർ പണത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ നിന്നത്. ഒരുപക്ഷെ അതേപോലൊരു കാര്യം തന്നെയാണ് ഡോക്ടർ റോബിനും ഉദ്ദേശിച്ചത് എങ്കിൽ റോബിന് നിയമത്തിന് മുന്നിൽ പണി കിട്ടും എന്നുള്ളതാണ്. പക്ഷേ BJP നേതാവ് ആയതുകൊണ്ട് അതെങ്ങനെയായിരിക്കാം നടക്കാൻ പോകുന്നത് എന്നത് അറിയില്ല. എങ്കിലും താൻ നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ ഓഡിയോ ക്ലിപ്പുകൾ ഒരിക്കലും AI ആണെന്ന് റോബിന് പറയാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ വളരെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും റോബിൻ രാധാകൃഷ്ണൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും അത് കൊടുത്തു തീർത്തതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ടോ കാണിക്കുന്നില്ല. തനിക്കെതിരെ ഉള്ളത് വ്യാജമാണെന്നാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് കേസ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുന്നതാണ്.